ഗൈസ് അങ്ങനെ ചലഞ്ചിനിടയ്ക്ക് കേട്ടോ ഇപ്പോൾ ഏകദേശം നമ്മളൊരു 3 കടയിൽ കയറി കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർബക്സിൽ കയറി, സ്റ്റാർബക്സില്ല, ഫസ്റ്റ് ലെറ്റ് സീറ്റ് കയറി, പക്ഷേ സ്റ്റാർബക്സ് കയറി, പിന്നെ ഫ്രൂട്ട് ബേ കയറി, പക്ഷേ അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു. അതിന് ശേഷം നമ്മൾ ബാസ്കിൻ റോബിൻസ് കയറി. അപ്പോൾ അടുത്ത പിസ്സ ഹട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ക്യാമറാമാനൊക്കെ അങ്ങ് ബാക്കില്ല, ക്യാമറാമാനും മറ്റേ കണ്ടസ്റ്റൻറ്റും. അപ്പോൾ ഇനി അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് പിസ്സ ഹട്ടിലേക്ക് പോകാം. അങ്ങനെ പിസ്സ ഹട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിസ്സ ഹട്ടിൽ കയറിയിട്ട് ഏറ്റവും കാലറി ഉള്ള സാധനം നോക്കാം. ഗൈസ് ഡേ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് വേണ്ടി പോവാം. അപ്പോൾ അവിടെ ഒരു പീനട്ട് ബട്ടർ എടുക്കാൻ വേണ്ടി വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ അങ്ങ് ദൂരെയാണ്, നമ്മുടെ സഹ ടീംമേറ്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പീനട്ട് ബട്ടർ ഉണ്ടോ നോക്കാം. നമ്മൾ നിന്ന സ്ഥലത്തു നിന്ന് 750 മീറ്റർ അപ്പുറത്തോട്ട് ഓടുക സൂപ്പർ മാർക്കറ്റിലേക്ക്. അപ്പോൾ സാധനം കിട്ടുമെന്ന് അറിയത്തില്ല, എന്തായാലും പോയി നോക്കാം. ഗൈസ് സമയം ഇപ്പോൾ ഒരു 4:15. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ബേ വന്നിരിക്കുക കേട്ടോ. ഫ്രൂട്ട് ബേ ഇനി നമുക്ക് നേരെ ലാസ്റ്റ് കലൂരിലേക്ക് പോകണം. അപ്പോൾ ഫ്രൂട്ട് ബേയിൽ നമ്മൾ ഇപ്പോൾ ഒരു സ്മൂത്തിയും അതുപോലെ തന്നെ ഒരു പൈനാപ്പിളിൻ്റെ ഷോട്ട്സും പറഞ്ഞു. ക്യാമറാമാൻ്റെ പേര് പറയും, അഭിരാം. ക്യാമറാമാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, ഞങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ ക്യാമറാമാൻ ഇന്ന് ആദ്യമായിട്ട് ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഡ്രൈ ഫ്രൂട്ട് ഷേക്ക് കുടിച്ചിട്ട് ഇവിടെ നേരെ കലൂർക്ക് പോകാം. ഒരു 5 മണിക്ക് അങ്ങോട്ട് എത്തണം, ഫിനിഷ് ചെയ്തേ പറ്റത്തുള്ളൂ. എനിക്കാണെങ്കിൽ 2 മീമസിനെ കൂടെ തീർക്കാറുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഇവന് കുറച്ച് ഇതുകൂടെ തീർക്കാറുണ്ട്, പീനട്ട് ബട്ടർ കൂടെ. ഇതുകൂടെ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആവും? ഏകദേശം ഒരു 19-20 ആവുമല്ലേ? ആവുമായിരിക്കും. അപ്പം നമുക്ക് ഇത് ഓർഡർ എടുത്തോട്ടെ. അങ്ങനെ ഫൈനലി സുണ്ടേ എത്തിയിട്ടുണ്ട്. സുണ്ടേ ക്യാമറമാൻ രാവിലെ തൊട്ടൊന്നും കഴിച്ചില്ല. അപ്പോൾ ക്യാമറമാന് കുറച്ച് സൺഡേ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് വേണ്ട, കഴിച്ചോ, എല്ലാവരും തരുന്നില്ലല്ലേ. വിശപ്പുണ്ടോ നല്ലതായിട്ട്? എങ്ങനെയുണ്ട് വിശപ്പ്? രാവിലെ കഴിച്ചായിരുന്നു? രാവിലെ കഴിച്ചിട്ടായിരുന്നു. അർജുനമ്പി കഴിച്ചായിരുന്നു? ഓ, വീട്ടിൽ നിന്ന് കഴിച്ചിറങ്ങി? വീട്ടിൽ കഴിച്ചില്ല, ഓൺ ദ വേ കഴിച്ചില്ലല്ലേ? ഓക്കെ ഓക്കെ. എന്താ നിന്റെ അവസ്ഥ? തീർച്ചല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ് അകത്തോട്ട് കയറി വരുന്ന കണ്ടായിരുന്നു. അപ്പോൾ അകത്ത് വന്നപ്പോൾ സാധനം കാണുന്നില്ല. നോക്കാം, അത് കുടിക്കുമ്പോൾ ഒരു ശമനം കിട്ടുമായിരിക്കും. പക്ഷേ ഒന്നേ ഉള്ളൂ, ഒരു പരുവായി. പക്ഷേ സീനില്ല. നമുക്ക് ഇനി ഒരു അരമണിക്കൂറുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ സമയം എന്തേ? 4:30. അരമണിക്കൂറുണ്ട്. പെട്ടെന്ന് ഇത് കുടിച്ചിട്ട് നേരെ ഓട്ടോ പിടിക്കുക, സ്റ്റേഡിയത്തിൽ പോവുക. മീൻ വറുത്ത് ഒരെണ്ണം കൂടെ തിന്നാറുണ്ട്. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ എങ്ങനെയും കുറച്ച് കാലറി കയറ്റാൻ മാക്സിമം ഒരു 20K കാലറി എങ്ങനെയും ട്രൈ പണ്ണണം. ഗൈസ് നമ്മൾ 2 സാധനം ഓർഡർ ചെയ്തായിരുന്നേ. അപ്പോൾ ഈ സ്മൂത്തിയും ഈ പൈനാപ്പിൾ ജ്യൂസും ഇത് രണ്ടും കഴിച്ചിട്ട് നമുക്ക് വേഗം പോവാം. പിന്നെ ഇത് കലൂർ മാച്ച് ഉണ്ട് കേട്ടോ, കേരള വേഴ്സസ് റൗണ്ട് ഗ്ലാസ് പഞ്ചാബ്. ആകെ കുറച്ച് പേരൊക്കെ ഉള്ളൂ കളി കാണാൻ വേണ്ടി. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 5-5:15 അപ്പോൾ നമ്മുടെ അർജുനമ്പിയും ക്യാമറാമാനോടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ചലഞ്ച് നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഓ, നിനക്ക് സെപ്പറേറ്റ് വ്ളോഗ് ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ ചലഞ്ചൊക്കെ കംപ്ലീറ്റ് ആക്കി നേരെ വണ്ടി കയറി കണ്ണൂർക്ക്. രാത്രി 1:30 കണ്ണൂരെത്തി. നേരെ വിട്ടൊരു തെയ്യം കാണാൻ വേണ്ടി. വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ ഒരു ഫ്രണ്ട് നേരെ തെയ്യത്തിൻ്റെ ഫ്രണ്ടിലോട്ട് എന്നെ കൊണ്ടെങ്കിൽ നിർത്തി. നല്ല ചുട്ടുകൊള്ളുന്ന തീ ബാർബിക്യൂ വെന്തുരുക്കി കിട്ടി. ഞാൻ കഴിച്ച സകല കാലറിയും ബേൺ ഔട്ടായി പോയി. പിന്നെ ഒന്നും നോക്കിയില്ല, അടുത്ത കണ്ട ചായക്കടയിൽ കയറി ഓരോ ഉഴുന്നുവടയും ഒരു മുട്ട പൊഴിക്കുന്നതും വെച്ച് കയറ്റി. ഉഴുന്നുവടയിലും മുട്ടയിലും എന്തോരം കാലറി ഉണ്ടോ എന്തോ. എന്തായാലും കാൽക്കുലേറ്റും ചെയ്യാൻ പോയില്ല, കാരണം ഇത് കഴിക്കുന്ന ആരും പൈസ തരാൻ പോകുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ.